എരുമപ്പെട്ടി കരിയന്നൂർ 1-ാം നമ്പർ അങ്കണവാടിയുടെ നിർമ്മാണ പ്രവർത്തനം നിലച്ചു. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. അങ്കണവാടിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച് പ്രദേശവാസിയും ഡിവൈഎഫ്ഐ നേതാവുമായ MV വിനോദ് പഞ്ചായത്തിൽ പരാതി നൽകിയിരുന്നു. ആവശ്യമുള്ള അളവിൽ സാമഗ്രികൾ ചേർക്കാതെയും വെള്ളം നനയ്ക്കാതെയുമാണ് കെട്ടിടം പണിയുന്നതെന്ന് സൂചിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും വിജിലൻസിനും ജില്ലാ പഞ്ചായത്ത് എരുമപ്പെട്ടി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നിവർക്കുമാണ് പരാതി നൽകിയത്. പരാതി പരിഹരിച്ചതിന് ശേഷം മാത്രം ആവശ്യമായ തുക നൽകിയാൽ മതിയെന്ന് പഞ്ചായത്ത് യോഗം തീരുമാനിച്ചതോടെയാണ് നിർമ്മാണം നിലച്ചത്. എന്നാൽ ഇത് പരിഹരിക്കാൻ ആവശ്യമായ യാതൊരുവിധ നടപടിയും പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റും CPM DYFI നേതാക്കളും തമ്മിലുള്ള തർക്കമാണ് നിർമ്മാണം തടസ്സപ്പെടാൻ കാരണമെന്ന് കോൺഗ്രസ് ആരോപിച്ചു. വാർഡ് മെമ്പർ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നിർമ്മാണം പുനരാരംഭിക്കുവാൻ പഞ്ചായത്ത് പ്രസിഡന്റ് തയ്യാറാകുന്നില്ലെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അമ്പലപ്പാട്ട് മുരളീധരൻ പറഞ്ഞു. DYFIയുടെ മേഖലാ പ്രസിഡന്റ് ഒരു പരാതി പഞ്ചായത്തിന് കൊടുക്കുകയും പഞ്ചായത്ത് അത് സ്വീകരിച്ചിട്ട് അവർ തമ്മിലുള്ള ഒരു ശീതസമരത്തിലാണ് ഇപ്പോൾ ഇത് മുന്നോട്ട് പോകാത്തത്. ഇനി എന്തെങ്കിലും ഒരു തീരുമാനമായതിനു ശേഷം മാത്രമേ ഇതിന് ഫണ്ട് അനുവദിക്കൂ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ കെട്ടിടം ഇവിടെ പൊളിച്ച നിലയ്ക്ക് ഇപ്പോൾ അംഗൻവാടി സ്ഥിതി ചെയ്യുന്ന കരിയന്നൂരിലെ കുട്ടികൾക്ക് ഒന്നിനും ഒരു സൗകര്യമില്ലാത്ത സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് കെട്ടിടത്തിന്റെ ശോചാവസ്ഥ പെട്ടെന്ന് തീർക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. 40 വർഷത്തിലധികം പഴക്കമുള്ള പഴയ അംഗൻവാടി കെട്ടിടം ജീർണാവസ്ഥയിലായതിനെ തുടർന്നാണ് പുതിയ കെട്ടിടം പണിയാൻ തീരുമാനിച്ചത്. 6 ലക്ഷം രൂപയാണ് പഞ്ചായത്ത് അനുവദിച്ചത്. എന്നാൽ ഈ തുകയ്ക്ക് പകുതിപ്പണി മാത്രമേ നടത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കി നിർമ്മാണത്തിനാവശ്യമായ തുക ഇതുവരെയും പഞ്ചായത്ത് അനുവദിച്ചിട്ടില്ല. നിലവിലെ അംഗൻവാടി സ്ഥല സൗകര്യമില്ലാത്ത റൂമിലാണ് പ്രവർത്തിക്കുന്നത്. ഇത് കുട്ടികൾക്കും ജീവനക്കാർക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. 2 വർഷം മുൻപാണ് പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയത്. 6 മാസത്തിനകം പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് ഉറപ്പ് നൽകിയിരുന്നുവെന്നും എത്രയും പെട്ടെന്ന് കെട്ടിടത്തിന്റെ നിർമ്മാണം പുനരാരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുമെന്ന് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അറിയിച്ചു. TCV എരുമപ്പെട്ടി.